നമസ്കാരം. സോണിയാഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും രാഹുൽ ഗാന്ധിയും ഒക്കെ വളരെയേറെ കൊട്ടിഘോഷിച്ച സോണിയാഗാന്ധിയുടെ ആത്മകഥ ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കുന്നതിന് വലിയ വിലക്കുകൾ ഉണ്ടായിരിക്കുകയാണ്. ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെയോ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയോ ഒന്നും രഹസ്യ അജണ്ടയല്ല. സോണിയാഗാന്ധിയുടെ ധാർഷ്ട്യവും സോണിയാഗാന്ധി തന്റെ ആത്മകഥയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന 1% പോലും വാസ്തവമില്ലാത്ത പല പരാമർശങ്ങളും പ്രസാധകർക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്നുള്ള ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചില പേരുകൾ വ്യക്തികളെ മറികടന്ന് ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിന്റെ പ്രതീകങ്ങളായി മാറിയിട്ടുണ്ട്. നെഹ്റു മുതൽ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി വരെ നീളുന്ന ഗാന്ധി കുടുംബത്തിന്റെ രാഷ്ട്രീയ സാന്നിധ്യം അതിന് വലിയ ഉദാഹരണമാണെന്നതിൽ സംശയമില്ല. അതിനാൽ സോണിയാഗാന്ധിയുടെ ആത്മകഥയായ ബിലോങ് എ ജേർണി ഓഫ് ലവ് ഒരു സാധാരണ ഓർമ്മക്കുറിപ്പായി മാത്രം കാണുന്നതുമില്ല. അതൊരു വ്യക്തിയുടെ ജീവിത കഥ മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധികാര രാഷ്ട്രീയത്തിലെ നിർണായക ഘട്ടത്തിലെ അതിലൂടെ സഞ്ചരിച്ച ഒരാളുടെ രാഷ്ട്രീയ ഓർമ്മകളാണ് അതിൽ പറഞ്ഞിരിക്കുന്നതെന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ സോണിയാഗാന്ധിയൊക്കെ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് തന്നെ ഉയർന്നു വന്ന വിവാദം രാഷ്ട്രീയമായി വളരെയേറെ ശ്രദ്ധേയമാവുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം പുസ്തകത്തിലെ ചില ഭാഗങ്ങളിൽ എഡിറ്റോറിയൽ മാറ്റങ്ങളും ഒഴിവാക്കലുകളും ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പെൻഗ്വിൻ റാൻഡം ഹൌസ് ഇന്ത്യ പ്രസിദ്ധീകരണത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. സോണിയാഗാന്ധി നിർദ്ദേശിച്ച മാറ്റങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നതാണ് റിപ്പോർട്ടുകൾ. എന്നാൽ പുസ്തകത്തിന്റെ അന്താരാഷ്ട്ര പ്രസിദ്ധീകരണം ആൽഫ്രഡ് വഴി തുടരുകയാണ്. ഇവിടെ ഉയരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്തായിരുന്നു ആ മാറ്റങ്ങൾ എന്നുള്ളതാണ്. എന്താണ് ആ പ്രസാധകരെ ഇത്രയും ആശങ്കപ്പെടുത്തിയത്? അത് നിയമപരമായ പ്രശ്നമാണോ, വസ്തുതാപരമായ പ്രശ്നമാണോ, അതോ രാഷ്ട്രീയമായി അതീവ സെൻസിറ്റീവായ ഉള്ളടക്കമാണോ? ഇതിന് വ്യക്തമായ വിശദീകരണം പുറത്തു വരുന്നത് വരെ ഊഹാപോഹങ്ങൾ മാത്രം കൊണ്ടൊരു നിഗമനത്തിലെത്തുന്നത് ശരിയല്ല. പക്ഷേ ഈ സംഭവത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് വലിയ രാഷ്ട്രീയ ചോദ്യത്തെ അവഗണിക്കാൻ കഴിയുകയുമില്ല. കാരണം സോണിയാഗാന്ധിയുടെ ആത്മകഥയിൽ വരുന്നത് അവരുടെ വ്യക്തിജീവിതത്തിന്റെ കഥ മാത്രമല്ല, ഇന്ത്യയുടെ അധികാര രാഷ്ട്രീയത്തിലെ നിർണായക വർഷങ്ങളെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകളുമാണ്. ഇവിടെയാണ് പ്രശ്നം. ഒരു വ്യക്തിയുടെ ഓർമ്മകൾ ചരിത്രത്തിന്റെ അന്തിമ സത്യമാകുമോ? ഒരിക്കലുമില്ല. ആത്മകഥ എന്നതൊരു വ്യക്തി കണ്ടതും അനുഭവിച്ചതും ഓർത്തെടുത്തതുമായ സംഭവങ്ങളുടെ മൊത്തം വിവരണമാണ്. അതിൽ വികാരങ്ങൾ ഉണ്ടാകും, വ്യക്തിപരമായ വിലയിരുത്തലുകൾ ഉണ്ടാകും, ചില സംഭവങ്ങൾക്ക് എഴുത്തുകാരൻ നൽകുന്ന വ്യാഖ്യാനങ്ങളും ഉണ്ടാകും. പക്ഷെ ഒരു രാജ്യത്തിന്റെ ചരിത്രം എഴുതുമ്പോൾ അതിനപ്പുറത്തേക്ക് പോകണം. രേഖകൾ വേണം, രാഷ്ട്രീയ തീരുമാനങ്ങളുടെ പശ്ചാത്തലം വേണം, അന്നത്തെ മറ്റു നേതാക്കളുടെ മൊഴികൾ വേണം, ചരിത്രകാരന്മാരുടെ പഠനങ്ങൾ വേണം. അതിലും പ്രധാനമായി ഒരു വശം മാത്രം കേട്ട് ചരിത്രത്തെ വിധിക്കാനും പാടില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം ഇത്രയും വലുതായതിനാലാണ് സോണിയാഗാന്ധിയുടെ പുസ്തകത്തോട് പ്രത്യേക ജാഗ്രത ആവശ്യപ്പെടുന്നത്. കാരണം വർഷങ്ങളോളം കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായ തീരുമാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു സോണിയാഗാന്ധി എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. അവർ കോൺഗ്രസ് അധ്യക്ഷയായി ദീർഘകാലം പാർട്ടിയെ നയിച്ചു. 2004 UP അധികാരത്തിലെത്തിയപ്പോൾ പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കാതെ ഡോക്ടർ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കിയത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു. ആ തീരുമാനത്തിന് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ എന്തായിരുന്നു? ആ സമയത്ത് കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ എന്തായിരുന്നു സംഭവിച്ചത്? ഏത് തീരുമാനങ്ങൾ ആരെടുത്തു, എന്തുകൊണ്ടെടുത്തു, ആർക്കായിരുന്നു യഥാർത്ഥ അധികാരം? ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ്. അതിനാൽ സോണിയാഗാന്ധി അതിനെക്കുറിച്ച് തന്റെ ഓർമ്മകൾ എഴുതുമ്പോൾ രാജ്യം അത് വായിക്കട്ടെ. പക്ഷെ അതോടൊപ്പം രാജ്യം ചോദിക്കാനുണ്ട്, ഇത് സംഭവങ്ങളുടെ യഥാർത്ഥ രേഖയാണോ അതോ സംഭവങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ മാത്രം വ്യാഖ്യാനമാണോ എന്നുള്ളത്. കാരണം സോണിയാഗാന്ധി അങ്ങനെ ഒരു കഥ എഴുതുമ്പോൾ അതിൽ കൂടുതലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ രൂക്ഷമായി വിമർശിക്കുന്ന പരാമർശങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. സോണിയാഗാന്ധിയുടെ ആത്മകഥയ്ക്ക് പോലും കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാകും. അതിന് ചില രാഷ്ട്രീയ അജണ്ടകൾ ഉണ്ടാകും, രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉണ്ടാകും. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ എങ്ങനെ ഇകഴ്ത്താം എന്നുള്ളത് കൃത്യമായും ആ പുസ്തകത്തിൽ വളരെ രഹസ്യമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വലിയ തന്ത്രമായിരിക്കും. ഇത്തരം തന്ത്രത്തോടു കൂടിയ ഒരു രാഷ്ട്രീയ കണക്കുകൂട്ടലോടുകൂടിയ ഒരു പുസ്തകം ഭാരതത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. സോണിയാഗാന്ധിയുടെ ജന്മസ്ഥലം, അവരുടെ കുടുംബ പശ്ചാത്തലം, അവർ ഇന്ത്യയിലേക്ക് വന്ന തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വളരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് രാഷ്ട്രീയ വിമർശനമല്ല, അത് സമ്മതിക്കുന്നു. പക്ഷേ അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യേണ്ടത് ജനങ്ങളുടെ അവകാശമാണ്. അതേസമയം ഗാന്ധി കുടുംബത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെ വിമർശിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇന്ത്യ ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഇവിടെ ഒരു കുടുംബത്തിനും ചരിത്രത്തിനുമേൽ സ്ഥിരം ഉടമസ്ഥാവകാശമില്ല. ഒരു കുടുംബം രാജ്യത്തെ ദീർഘകാലം നയിച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ തീരുമാനങ്ങളും വിജയങ്ങളും പരാജയങ്ങളും വിവാദങ്ങളും എല്ലാം ചരിത്രപരമായ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സോണിയാഗാന്ധിയുടെ പുസ്തകം രാഷ്ട്രീയമായി പ്രസക്തമാകുന്നത്.
പുസ്തകം പുറത്തു വരുമ്പോൾ അതിൽ എന്തെല്ലാം അവകാശവാദങ്ങളാണ് ഉള്ളതെന്ന് രാജ്യം കാണും. ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്, ഏത് സംഭവങ്ങൾക്ക് എന്ത് വ്യാഖ്യാനമാണ് നൽകുന്നത്, ആരാണ് നായകൻ, ആരാണ് വില്ലൻ, ഏത് രാഷ്ട്രീയ തീരുമാനത്തിന് പിന്നിൽ എന്ത് കാരണമാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥ പരിശോധന ആരംഭിക്കും. പുസ്തകത്തിലെ ഓരോ രാഷ്ട്രീയ അവകാശവാദവും ചരിത്രരേഖകളുടെ മുന്നിൽ നിർത്തേണ്ടതുണ്ട്. അത് സോണിയാഗാന്ധി പറഞ്ഞതാണെന്ന കാരണത്താൽ മാത്രം സത്യമാവുകയുമില്ല. അതുപോലെ സോണിയാഗാന്ധി പറഞ്ഞതാണെന്ന കാരണത്താൽ മാത്രം അസത്യമാവുകയുമില്ല. സത്യം രേഖകളിൽ നിന്നാണ് കണ്ടെത്തേണ്ടത്. ഇതാണ് രാഷ്ട്രീയ പക്വതയും. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മറ്റൊരു വലിയ പ്രശ്നം ഇതാണ്. ചരിത്രത്തെ പലപ്പോഴും രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്നുള്ളത്. ഒരു പക്ഷം സ്വന്തം നേതാക്കളെ മഹത്വവൽക്കരിക്കുന്നു, മറ്റൊരു പക്ഷം അവരെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. അങ്ങനെ ചരിത്രം സത്യാന്വേഷണത്തിൽ നിന്ന് മാറി രാഷ്ട്രീയ പ്രചരണമായി മാറുന്നു. സോണിയാഗാന്ധിയുടെ പുസ്തകം അത്തരമൊരു രാഷ്ട്രീയ ആയുധമായി മാറരുത്. പുസ്തകത്തിൽ യഥാർത്ഥ വെളിപ്പെടുത്തലുകൾ ഉണ്ടെങ്കിൽ അവ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഗൌരവമുള്ള ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് തെളിവുകൾ ആവശ്യപ്പെടണം. ചരിത്രപരമായ അവകാശവാദങ്ങൾ ഉണ്ടെങ്കിൽ അവ രേഖകളുമായി താരതമ്യം ചെയ്യണം. അതേസമയം പുസ്തകത്തിൽ സോണിയാഗാന്ധിയുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അവയൊരു മനുഷ്യന്റെ ഓർമ്മകളായി കാണുകയും വേണം. ഓർമ്മയെ ചരിത്രമാക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഈ പുസ്തകത്തെപ്പറ്റി ഏറ്റവും ലഘുവായി പറയേണ്ട കാരണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. ഒരു വ്യക്തിക്ക് സ്വന്തം ജീവിതത്തിന്റെ കഥ പറയാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. പക്ഷെ ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രം ആ വ്യക്തിയുടെ ഓർമ്മകളിൽ മാത്രം അവസാനിക്കുന്നില്ല. അത് കോടിക്കണക്കിന് മനുഷ്യരുടെ അനുഭവങ്ങളിലാണ്, വോട്ടർമാരുടെ തീരുമാനങ്ങളിലാണ്, രാഷ്ട്രീയ എതിരാളികളുടെ നിലപാടുകളിലാണ്, പാർലമെന്ററി രേഖകളിലാണ്, നീതിന്യായ വ്യവസ്ഥകളുടെ രേഖകളിലാണ്, പത്രപ്രവർത്തകരുടെ റിപ്പോർട്ടുകളിലാണ്, ചരിത്രകാരന്മാരുടെ പഠനങ്ങളിലാണ്. അതിനാൽ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്നൊരു പ്രസാധകൻ പിന്മാറിയെന്ന വാർത്ത കൊണ്ട് മാത്രം പുസ്തകത്തിൽ ഇന്ത്യയെ നടുക്കുന്ന രംഗങ്ങളുണ്ട് അല്ലെങ്കിൽ രഹസ്യങ്ങളുണ്ടെന്ന് പ്രഖ്യാപിക്കുന്നത് അതിരുകടന്ന വ്യാഖ്യാനമായിരിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് മാറ്റങ്ങൾ ആവശ്യപ്പെട്ടത്, എന്ത് മാറ്റങ്ങളാണ് ആവശ്യപ്പെട്ടതെന്ന ചോദ്യം ചോദിക്കുന്നത് പൂർണ്ണമായും ന്യായമാണ്. അതിന് മറുപടി ലഭിക്കേണ്ടതുണ്ട്. കാരണം വായനക്കാരൻ അറിയാനുള്ള അവകാശമുണ്ട്. ഒരു പ്രസാധകൻ ഒരു രാഷ്ട്രീയാത്മകഥയിലെ ചില ഭാഗങ്ങൾ മാറ്റാൻ ആവശ്യപ്പെട്ടതിന്റെ യഥാർത്ഥ കാരണം എന്തായിരുന്നു എന്നുള്ളത് അത് വ്യക്തമാകുമ്പോൾ വിവാദത്തിന്റെ സ്വഭാവവും വ്യക്തമാകും. അതിനു മുൻപ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പുസ്തകത്തെ തങ്ങളുടെ സൌകര്യത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും ഉചിതം. സോണിയാഗാന്ധിയുടെ ആത്മകഥ വരട്ടെ, രാജ്യമത് വായിക്കട്ടെ, പക്ഷേ കണ്ണടച്ച് വിശ്വസിക്കരുതെന്നുള്ളതാണ് മറ്റൊരു വശം. അതുപോലെ മുൻവിധിയോടെ തള്ളിക്കളയുകയും അരുത്. വായിക്കുക, പരിശോധിക്കുക, ചോദ്യം ചെയ്യുക, തെളിവുകളുമായി താരതമ്യം ചെയ്യുക. അതാണ് ജനാധിപത്യ സമൂഹത്തിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പക്വത. കാരണം ഇന്ത്യയുടെ ചരിത്രം ഒരു കുടുംബത്തിന്റെ കഥയല്ല. കോൺഗ്രസിൽ ഗാന്ധി കുടുംബം കാലങ്ങളായി അത് കുടുംബ സ്വത്തായിട്ട് ഇന്ത്യൻ ഭരണം കൈവശപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇന്ത്യയുടെ ഭരണം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യാനന്തര ഭാരതം എന്ന് പറയുന്നത് ഒരിക്കലും ഗാന്ധി കുടുംബത്തിന്റെ ചരിത്രമല്ല, കുടുംബത്തിന്റെ കഥയുമല്ല, ഒരു നേതാവിന്റെ കഥയുമല്ല. അത് ഇന്ത്യക്കാരുടെ മുഴുവൻ ചരിത്രമാണ്. അതുകൊണ്ട് സോണിയാഗാന്ധിയോട് ഇന്ത്യ ചോദിക്കേണ്ട ഏറ്റവും ശക്തമായ ചോദ്യം, നിങ്ങളുടെ ജീവിതത്തിന്റെ കഥ നിങ്ങൾക്ക് പറയാം, പക്ഷേ ഇന്ത്യയുടെ ചരിത്രം പറയുമ്പോൾ ഇന്ത്യക്കും അതിന്റെ സ്വന്തം രേഖകൾ പറയാനുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഈ പുസ്തകത്തെ ചുറ്റിപ്പറ്റിയുള്ള യഥാർത്ഥ രാഷ്ട്രീയ പാഠം എന്ന് വേണം പറയാൻ. പുസ്തകം വരട്ടെ, വിവാദങ്ങൾ വരട്ടെ, വെളിപ്പെടുത്തലുകൾ ഉണ്ടെങ്കിൽ പുറത്തു വരട്ടെ, പക്ഷേ ഓരോ വാക്കിനും ചോദ്യം ഉണ്ടായിരിക്കണം. തെളിവ് എവിടെ? അതാണ് വ്യക്തിപൂജയ്ക്കും കുടുംബാധിപത്യത്തിനും രാഷ്ട്രീയ പ്രചരണത്തിന് മുകളിലുള്ള ജനാധിപത്യത്തിന്റെ ഏറ്റവും ശക്തമായ ആയുധം. ചരിത്രം ആരുടെയും സ്വകാര്യ സ്വത്തല്ല. ചരിത്രം ചോദ്യം ചെയ്യപ്പെടണം, ചരിത്രം പരിശോധിക്കപ്പെടണം, അവസാന ചരിത്രം സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുകയും വേണം. മോദി സർക്കാരിനെ അടക്കമുള്ള, ഭാരതീയ ജനതാ പാർട്ടി അടക്കമുള്ള ആരെങ്കിലും വിമർശിച്ചുകൊണ്ടുള്ള വലിയ പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ അത് ശക്തമായത് ചോദ്യം ചെയ്യപ്പെടുകയും വേണം.